ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുൻപ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇതിൻ്റെ 1 മുതലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. അതിൻ്റെ നോട്ട് എഴുതേണ്ടവർക്ക് നോട്ട് എഴുതാം. ഇനി ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലോകത്തിലെ ആദ്യത്തെ ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നേഴ്സ് ഓടിക്കുന്ന ഇലക്ട്രിഫൈഡ് റെയിൽ ടണൽ. ശ്രദ്ധിക്കുക, ലോകത്തിലെ ആദ്യത്തെ ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നേഴ്സ് ഓടിക്കുന്ന റെയിൽവേയിലാണ് ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നേഴ്സ് ഓടിക്കുന്ന ആദ്യത്തെ ഇലക്ട്രിഫൈഡ് റെയിൽ ടണൽ നിലവിൽ വരുന്നത് എവിടെയാണ്? അപ്പോൾ എവിടെയാണ് ആദ്യത്തെ റെയിൽ ടണൽ? ഏതാണ്? ഇലക്ട്രിഫൈഡ് റെയിൽ ടണലാണ്. ശ്രദ്ധിക്കുക, ഇലക്ട്രിഫൈഡ് റെയിൽ ടണലാണ് ചോദ്യം. അപ്പോൾ ഈ ഇലക്ട്രിഫൈഡ് റെയിൽ ടണൽ ലോകത്തിൽ ആദ്യമായിട്ട് ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നേഴ്സ് ആണ് ഓടിക്കുന്നത്. ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നേഴ്സ് ഓടിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രിഫൈഡ് റെയിൽ ടണൽ നിലവിൽ വരുന്നത് ഇന്ത്യയിലാണ്. അത് എവിടെയെന്നാണ് ചോദ്യം. ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലാണ്. അപ്പോൾ ഹരിയാനയിലാണ് ലോകത്തിലെ ആദ്യത്തെ ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നേഴ്സ് ഓടിക്കുന്ന ഇലക്ട്രിഫൈഡ് റെയിൽ ടണൽ നിലവിൽ വരുന്നത്. ഹരിയാനയിൽ നിയർ സോഹ്നയിലാണ് ഈ ഇലക്ട്രിഫൈഡ് റെയിൽ ടണൽ നിലവിൽ വരുന്നത്. ഇതിന് 1 കിലോമീറ്റർ നീളമാണ് ഉള്ളത്. 1 കിലോമീറ്റർ നീളമുള്ള ഇലക്ട്രിഫൈഡ് റെയിൽ ടണലാണ്. ഏകദേശം 25 ടൺ ആക്സിൽ ലോഡ് കപ്പാസിറ്റി ഉള്ള 25 ടൺ ആക്സിൽ ലോഡ് കപ്പാസിറ്റി ഉള്ളതാണിത്. 100 കിലോമീറ്റർ സ്പീഡിൽ വരെ ഈ ടണലിലൂടെ ട്രെയിനുകൾക്ക് പോകാൻ കഴിയുമെന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ ആദ്യത്തെ ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നേഴ്സ് ഓടിക്കുന്ന ഇലക്ട്രിഫൈഡ് റെയിൽ ടണൽ എവിടെയാണ് വരുന്നത്? ഹരിയാനയിലാണ് വരുന്നത്. മാത്രമല്ല ഇത് ഏതൊക്കെ ജില്ലകളെ? മേവാർ ജില്ലയിലും അതുപോലെ ഗുർഗാവോൺ ഡിസ്ട്രിക്ട്, ഈ 2 ഡിസ്ട്രിക്റ്റിനെയും കൂടി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ റെയിൽ ടണൽ. മേവാത്തും അതുപോലെ ഗുർഗാവോൺ ഡിസ്ട്രിക്റ്റിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ലോകത്തിലെ ആദ്യത്തെ ഡബിൾ സ്റ്റാക്ക് കണ്ടെയ്നേഴ്സ് ഓടിക്കുന്ന ഇലക്ട്രിഫൈഡ് റെയിൽ ടണൽ നിലവിൽ വരുന്നത്. എവിടെയാണ്? അപ്പോൾ ഹരിയാനയിലാണ്. ഇനി അടുത്ത ചോദ്യം: നമുക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് സബ് ഇൻസ്പെക്ടർ പോലീസിന്റെ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഓൺലൈനിൽ നടത്തിയ ഒരു സംസ്ഥാനമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് ഓൺലൈനിൽ നടത്തിയത്. അത് കേരളത്തിലാണ്, നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ ആദ്യമായിട്ട് സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തിയത് എവിടെയാണ്? കേരളത്തിലാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഏത് സംസ്ഥാനമാണ് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്തവരെയും മാസ്ക് ധരിക്കാത്തവരെയും 2 വർഷം വരെ തടവിലും അതുപോലെ തന്നെ 1 ലക്ഷം രൂപ വരെ പിഴയും ചുമത്തുവാൻ വേണ്ടി തീരുമാനിച്ചത്? അപ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നവരെ 2 വർഷം അവർക്ക് തടവ് കൊടുക്കുകയാണ്. അതുപോലെ മാസ്ക് ധരിക്കാത്തവർക്ക് ഇതുപോലെ 2 വർഷം തടവും 1 ലക്ഷം രൂപ വരെ പിഴ. അപ്പോൾ ഈ കോവിഡിന്റെ പ്രോട്ടോകോൾ ലംഘിക്കുന്നവർക്കും അതുപോലെ തന്നെ മാസ്ക് ധരിക്കാത്തവർക്കും 2 വർഷം വരെ തടവും അതുപോലെ 1 ലക്ഷം രൂപ പിഴയും കൊടുക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു. അത് ജാർഖണ്ഡാണ്. അപ്പോൾ ജാർഖണ്ഡിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് പ്രോട്ടോകോൾ ലംഘിക്കുന്നവർക്കും മാസ്ക് ധരിക്കാത്തവർക്കും 2 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. അപ്പോൾ ജാർഖണ്ഡിനെ പറ്റി പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജാർഖണ്ഡിന്റെ തലസ്ഥാനം ഏതാണ്? റാഞ്ചി. ശ്രദ്ധിക്കുക, റാഞ്ചിയാണ് ജാർഖണ്ഡിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ജാർഖണ്ഡിൽ ആരാണ്? ഹേമന്ത് സോറനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ഷിബു സോറന്റെ മകനാണ് ഹേമന്ത് സോറൻ. ഇനി അതുപോലെ ഗവർണർ ഹേമന്ത് സോറൻ, മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ. അതുപോലെ ഗവർണർ ആരാണ്? ദ്രൗപദി മുർമുവാണ്. ആരുടെ ഗവർണർ? ജാർഖണ്ഡിലെ ഇപ്പോഴത്തെ ഗവർണർ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൂടി നിങ്ങൾ ജാർഖണ്ഡിനെ ഓർത്ത് പഠിക്കുക. ഏതാണ് ജാർഖണ്ഡ് പഠിക്കുമ്പോൾ പഠിക്കേണ്ട? 1 റാഞ്ചി ക്യാപിറ്റൽ, ഹേമന്ത് സോറനാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. പിന്നെ അടുത്ത ഗവർണർ ആരാണ്? ദ്രൗപദി മുർമു. അടുത്ത ചോദ്യം ഇതാണ്: ഏത് നാവിക കേന്ദ്രത്തിലാണ് ഇന്ത്യൻ നാവികസേനയുടെ കീഴിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചത്? അപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ ഏത് നാവിക കേന്ദ്രത്തിലാണ് ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്? അപ്പോൾ നാവികസേനയുടെ കീഴിലുള്ള ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് എവിടെയാണ്? ഏത് ഇന്ത്യൻ നാവികസേനയുടെ കേന്ദ്രത്തിലാണെന്നാണ് ചോദ്യം. നാവികസേനയുടെ ഏത് കേന്ദ്രത്തിൽ എന്നാണ് ചോദ്യം. ഉത്തരം
ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല. അപ്പോൾ ഏഴിമലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നേവൽ അക്കാഡമിയിലാണ് ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സോളാർ പ്ലാന്റ് എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഏഴിമലയിലാണ്. ഏഴിമല ഇന്ത്യൻ നേവൽ അക്കാഡമിയാണ്. 3 മെഗാവാട്ട് ആണ് ഇതിന്റെ കപ്പാസിറ്റി. 3 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പ്ലാന്റ് ആണ് ഈ സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി ഈ ഏഴിമലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏഴിമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പ്രീവിയസ് LDCയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാഡമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏഴിമല. ഏഴിമല ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിലാണ് ഏഴിമല. അപ്പോൾ ഏഴിമലയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാഡമി എന്ന് പറയുന്നത്. ചോദ്യം ഇതായിരുന്നു, ഏത് നാവിക കേന്ദ്രത്തിലാണ് ഇന്ത്യൻ നാവികസേനയുടെ കീഴിൽ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് സ്ഥാപിച്ചത്? അപ്പോൾ ഇത് ഇന്ത്യൻ നാവികസേനയുടെ കീഴിലാണ്. എവിടെയാണ്? ഏഴിമല. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇന്ത്യ ഗവൺമെന്റിന്റെ നാഷണൽ സോളാർ മിഷന്റെ ഭാഗമായിട്ട് 2022 100 മെഗാവാട്ട് സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളൊരു പദ്ധതി ഇന്ത്യ ഗവൺമെന്റിനുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ നാഷണൽ സോളാർ മിഷന്റെ ഭാഗമായിട്ട് 2022 100 മെഗാവാട്ട് സൗരോർജ്ജ നിലയങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി സ്ഥാപിക്കുക എന്നുള്ളൊരു പദ്ധതിയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏഴിമലയിൽ ഇന്ത്യൻ നേവൽ അക്കാഡമിയിൽ ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏതു വാക്സിനാണ് അടുത്തിടെ ഡൽഹി എയിംസിൽ പരീക്ഷണം നടത്തി? നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഡൽഹി എയിംസിൽ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ഒരു കോവിഡ് വാക്സിൻ നമ്മളിപ്പോൾ പരീക്ഷണം നടത്തി. അത് ഏതു വാക്സിനാണ്? കോവാക്സിൻ എന്നാണ് അതിൻ്റെ പേര്. കോവാക്സിൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. കോവാക്സിൻ ആണ് അതിൻ്റെ പേര്. ഈ കോവാക്സിൻ ആരാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഹൈദരാബാദിലെ ഭാരത് ബയോടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അല്ലേ. ഭാരത് ബയോടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കോവാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത്. ആരുടെയൊക്കെ സഹകരണത്തോടെ? ICMR-ൻ്റെയും നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സംയുക്തമായിട്ട് അവരുടെ സഹായത്തോടു കൂടിയാണ് ഹൈദരാബാദിൽ ഭാരത് ബയോടെക് ഏത് നിർമ്മിച്ചിരുന്നത്? കോവാക്സിൻ നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോവാക്സിനാണ് ഇപ്പോൾ ഡൽഹിയിൽ എയിംസിൽ പരീക്ഷണം നടത്തിയത് മനുഷ്യരിൽ അല്ലേ. ഇതിന് ആദ്യഘട്ടമായിട്ട് 375 മനുഷ്യരിലാണ് ഇതൊരു പരീക്ഷണം നടത്തുന്നത്. ഡൽഹി എയിംസിനെ പോലെ തന്നെ 12ഓളം സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഇതിന്റെ പരീക്ഷണ ചുമതല ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അല്ലേ. കോവിഡുമായി ബന്ധപ്പെട്ട് ഈ വാക്സിൻ പരീക്ഷിക്കാൻ വേണ്ടി 12ഓളം കമ്പനികളുണ്ട്. അതിൽ ഡൽഹി എയിംസിൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത് കോവാക്സിൻ ആണ്. ഇത് ആരാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഭാരത് ബയോടെക്, ഹൈദരാബാദിലെ ഭാരത് ബയോടെക് എന്ന് പറയുന്ന കമ്പനിയാണ്. ഇത് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും അതുപോലെ തന്നെ ICMR-ൻ്റെയും സഹായത്തോടു കൂടിയാണ്, സംയുക്തമായിട്ടാണ് ഇവരിത് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏതു വാക്സിനാണ് അടുത്തിടെ ഡൽഹി എയിംസിൽ പരീക്ഷണം നടത്തിയത്? കോവാക്സിൻ. അടുത്ത ചോദ്യം ഇതാണ്, CCTV സർവൈലൻസ് സിറ്റീസിന്റെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ആദ്യത്തെ 20-ൽ സ്ഥാനം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള നഗരം. അപ്പോൾ ഏത് ഇന്ത്യയിൽ നിന്നുള്ള നഗരമാണ് CCTV സർവൈലൻസ് സിറ്റീസിൽ ആദ്യ 20-ൽ സ്ഥാനം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള ഏക നഗരം? ഹൈദരാബാദാണ്. ഹൈദരാബാദ് സിറ്റിയാണ് ഈ CCTV സർവൈലൻസ് റിപ്പോർട്ടിൽ 16-ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1000 പേർക്ക് 29 CCTV ക്യാമറ എന്നുള്ള ഒരു കണക്കാണ് ഇവരുടെ ഈ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. അതേസമയം ഇതിൽ ഒന്നാമത് എത്തിയിരിക്കുന്നത് ചൈനയിലെ തായ് യുവാൻ എന്ന് പറയുന്ന ഒരു സിറ്റിയാണ്. അത് 1000 പേർക്ക് 119 ക്യാമറ എന്നുള്ള CCTV സർവൈലൻസ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിലെ 2-ാം സ്ഥാനവും ചൈനയിലെ വുക്സി എന്ന് പറയുന്ന നഗര സിറ്റിയാണ്. അതുപോലെ 3-ാം സ്ഥാനം വന്നിരിക്കുന്നത് UK-യിലെ ലണ്ടനാണ്. 3-ാം സ്ഥാനം ഇതിലുള്ളത്. ഈ CCTV സർവൈലൻസിൽ 3-ാം സ്ഥാനമുള്ളത്. ഇനി ചെന്നൈ സിറ്റി 21-ാം സ്ഥാനത്തും അതുപോലെ ഡൽഹി 33-ാം സ്ഥാനത്തും ഈ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യ 50-ൽ സ്ഥാനം പിടിച്ച മറ്റ് 2 നഗരങ്ങളാണ് ചെന്നൈയും ഡൽഹിയും ഇന്ത്യയിൽ നിന്നുള്ള. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, CCTV സർവൈലൻസ് സിറ്റീസിന്റെ പുതിയൊരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ലോകത്തിലെ ആദ്യത്തെ 20-ൽ സ്ഥാനം പിടിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? ഹൈദരാബാദ് സിറ്റിയാണ്. ഇനി ആദ്യ 50-ൽ സ്ഥാനം പിടിച്ച മറ്റ് 2 നഗരങ്ങൾ ഏതൊക്കെയാണ്? ചെന്നൈയും ഡൽഹി. ഇനി അടുത്ത ചോദ്യം ഇതാണ്, പടിഞ്ഞാറൻ വ്യോമസേനാ കമാൻഡിന്റെ പുതിയ മേധാവി. അപ്പോൾ ആരാണ്? പുതിയൊരു അപ്പോയിന്റ്മെന്റ് ആണ്. പടിഞ്ഞാറൻ വ്യോമസേനാ കമാൻഡിന്റെ പുതിയൊരു മേധാവിയാണ് എയർ മാർഷൽ VR ചൗധരി. അപ്പോൾ എയർ മാർഷൽ VR ചൗധരിയാണ് പടിഞ്ഞാറൻ വ്യോമസേനാ കമാൻഡിന്റെ പുതിയ മേധാവി. ഇദ്ദേഹം ഇപ്പോൾ സ്ഥാനമേൽക്കുന്നത് മലയാളിയായിട്ടുള്ള B സുരേഷ്
എയർ മാർഷൽ ബി സുരേഷ് സ്ഥാനമൊഴിയുന്നത് ഈ മാസം 31-നാണ്. അത് കഴിഞ്ഞിട്ടാണ് എയർ മാർഷൽ VR ചൗധരി ഈ പടിഞ്ഞാറൻ വ്യോമസേന കമാൻഡിന്റെ മേധാവിയായിട്ട് ചുമതലയേൽക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, പടിഞ്ഞാറൻ വ്യോമസേന കമാൻഡിന്റെ പുതിയ മേധാവി ആരാണ്? എയർ മാർഷൽ VR ചൗധരി. മലയാളിയായ എയർ മാർഷൽ ബി സുരേഷ് സ്ഥാനമൊഴിയുന്ന വേളയിലാണ് ഇദ്ദേഹം ചാർജ് എടുക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി, പുതിയ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പുതിയൊരു നിയമനമാണ്, രാജേഷ് ഭൂഷണാണ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ നിയമിതനായിരിക്കുന്നത്. ഇദ്ദേഹത്തിന് മുൻപ് പ്രീതി സുദനായിരുന്നു. പ്രീതി സുദൻ ഈ ഒഴിയുന്ന വേളയിലാണ് രാജേഷ് ഭൂഷണെ ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, ഈ വർഷത്തെ EPL മികച്ച താരം. എന്താണ് EPL? ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. അപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഈ വർഷത്തെ മികച്ച താരം ആര് എന്നുള്ളതാണ് ചോദ്യം. അത് ലിവർപൂൾ ടീമിന്റെ ക്യാപ്റ്റനായ ജോർദാൻ ഹെൻഡേഴ്സൺ ആണ്. അപ്പോൾ ജോർദാൻ ഹെൻഡേഴ്സൺ ആണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഈ വർഷത്തെ മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ് EPL എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഈ വർഷത്തെ മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആരാണ്? ലിവർപൂൾ ടീമിന്റെ ക്യാപ്റ്റനായ ജോർദാൻ ഹെൻഡേഴ്സനെയാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, പ്രോട്ടിയസിന്റെ സങ്കരം ഏതൊക്കെയെന്നാണ് ചോദ്യം. പ്രോട്ടിയസ് ഏതിന്റെയൊക്കെ മിശ്രിതമാണ്? അലുമിനിയത്തിന്റെയും സിറാമിക്കിന്റെയും മിശ്രിതമാണ് പ്രോട്ടിയസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടിയസ് ഏതിന്റെ മിശ്രിതമാണ്? അലുമിനിയത്തിന്റെയും സിറാമിക്കിന്റെയും. ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ്, 2020-ലെ IPL, അതായത് 2020-ലെ IPL ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്നത് എവിടെ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. അതോടൊപ്പം ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി, PSC പഠിക്കുന്ന കുട്ടികൾക്ക് കൂടി നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.